ബിഗ് ബോസ് മലയാളം സീസൺ 4 മത്സരാർത്ഥിയായി എത്തി ആരാധകരെ സമ്പാദിക്കുകയും പിന്നീട് ഇൻഫ്ലുവൻസറായും പബ്ലിക് ഫിഗറായും ബി.ജെ.പി. പ്രവർത്തകനായും ശ്രദ്ധ നേടുകയും ചെയ്തയാളാണ് റോബിൻ രാധാകൃഷ്ണൻ. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി റോബിൻ്റെ പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. മുൻ ബിഗ് ബോസ് താരം വേദലക്ഷ്മിയും അബിൽ ദേവുമാണ് റോബിനെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത്. പലപ്പോഴായി കടം വാങ്ങിയ പണം റോബിൻ തിരികെ നൽകിയില്ലെന്നാണ് ഇരുവരുടെയും ആരോപണവും. മാത്രവുമല്ല, റോബിനെതിരെയുള്ള പുതിയ വിവാദം സോഷ്യൽ മീഡിയയിലും ചർച്ചയായിട്ടുണ്ട്. റോബിൻ ചെയ്യുന്നതെല്ലാം വെറും ഷോ ഓഫ് മാത്രമാണെന്ന് ബിഗ് ബോസ് സമയത്ത് തന്നെ തോന്നിയിരുന്നുവെന്നും റെഡിറ്റിൽ ചിലർ കുറിച്ചു. ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ അപാര കഴിവ് റോബിനുണ്ടെന്നും കടം കൊടുത്തവരും പങ്കാളി ആരതിപ്പൊടി പോലും ആ കൺവിൻസിങ്ങിൽ പവറിൽ പെട്ട് പോയവരാണെന്നും ചിലർ കുറിച്ചു. 7 ദിവസം നീണ്ടുനിൽക്കുന്ന ആർഭാട വിവാഹം നടത്തി റോബിൻ വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് അബിൽ ദേവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ഡിസംബർ വരെ ഞാനും റോബിനും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ വരെ ഞാൻ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ റോബിൻ ഓടിക്കുന്ന താർ പോലും വാടകയ്ക്കെടുത്തതാണ്. ദിവസം 4000 രൂപയാണ് അതിന് ചിലവാക്കുന്നത്. ഭാര്യ വീട്ടിൽ നിന്ന് കൊടുത്ത ഓഡി കാർ റോബിൻ പണയം വെച്ചു. മാത്രവുമല്ല, ഭാര്യ വീട്ടിലും വലിയ പ്രശ്നങ്ങളാണ്. ഓരോ തുക റോബിന് കൊടുക്കും മുമ്പ് ഞാൻ ആരതിപ്പൊടിയെ ഇക്കാര്യം അറിയിച്ചിരുന്നു. ആർഭാടപൂർവ്വമായിരുന്നു റോബിൻ്റെ വിവാഹം. അതിലും ബാധ്യത വന്നു. അനിയത്തിയുടെ വിവാഹം നടത്തിയതും റോബിന് ബാധ്യത വന്നു എന്നായിരുന്നു അബിൽ ദേവിൻ്റെയും വേദലക്ഷ്മിയുടെയും വാർത്താസമ്മേളനം പൂർണ്ണമായും കണ്ടവർ. ദിൽഷ പ്രസന്നൻ തലനാരിഴയ്ക്കാണ് റോബിനിൽ നിന്നും രക്ഷപ്പെട്ടതെന്നാണ് ആരതിപ്പൊടി പെട്ടുപോയെന്നും റെഡിറ്റിൽ കുറിച്ചു. റോബിനും ദിൽഷയും ബിഗ് ബോസ് മലയാളം സീസൺ 4 മത്സരാർത്ഥികളായിരുന്നു. വിവാഹം കഴിക്കാനുള്ള താൽപ്പര്യം ഹൗസിനുള്ളിൽ വെച്ച് റോബിൻ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പുറത്തിറങ്ങിയ ശേഷം ദിൽഷ ഒരു വർഷത്തെ സമയം റോബിനോട് ആവശ്യപ്പെടുകയായിരുന്നു. അത്രത്തോളം കാത്തിരിക്കാനാവില്ലെന്ന് റോബിൻ അറിയിച്ചു. പിന്നാലെയാണ് ആരതിയെ റോബിൻ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. റോബിനുമായുള്ള പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ പേരിൽ ഒരിടയ്ക്ക് വലിയ രീതിയിൽ സൈബർ ആക്രമണം ഏറ്റുവാങ്ങിയ ആൾ തന്നെയാണ് ദിൽഷ പ്രസന്നൻ. ആരതിപ്പൊടി ജീവിതത്തിലെടുത്ത ഏറ്റവും മോശം തീരുമാനമാണ് റോബിനെ വിവാഹം കഴിച്ചത് എന്നാണ് ഏറെ പേരും ഇപ്പോൾ കമൻറ്റിലൂടെ കുറിക്കുന്നത്.